അതായത് ഡീസൽ ആകുമ്പോൾ ഗുണം എന്ന് പറയുന്നത് നല്ല പവറും നല്ല പെർഫോമൻസും നല്ല മൈലേജും അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു നെഗോസിയേഷൻ കഴിയുമ്പോൾ ഒരു ഫുൾ ലോണിൽ കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. ഏറ്റവും ടോപ്പ് വണ്ടി ഓട്ടോമാറ്റിക് ആണ്, പ്രൈസ് നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? 7 കാലല്ലേ ഹൈവേയില് എനിക്ക് കമ്പനി 28 പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും 25 മേലെ കൺഫേം ആയിട്ടും കിട്ടും, അത്രയും നീറ്റ് വണ്ടി. പിന്നെ ഓട്ടോമാറ്റിക്കും കൂടിയാണ് കേട്ടോ. അതും AMT ആണ്, 4.5 ഉള്ളിലൊക്കെ ആയിട്ട് കയറും അല്ലേ? ഓക്കെ, 4 രൂപ നിങ്ങൾ മിനിമം കൂട്ടിക്കോ. അപ്പൊ ഏകദേശം നിങ്ങളൊരു 90,000 രൂപ മനസ്സിൽ കണക്ക് കൂട്ടിക്കോ. നിങ്ങൾ ഒരു 4.5 വരെ കിട്ടുകയാണെങ്കിൽ അത്രയും കൂട്ടിയെടുത്തോ, എനിക്കൊരു കുഴപ്പമില്ല. നമുക്ക് 390 390, അതായത് 12 വണ്ടിയാണ് കേട്ടോ. അതായത് 1.30 12 വണ്ടി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുറച്ചധികം വണ്ടികൾ, മാക്സിമം വിലയൊക്കെ കുറച്ചിട്ട്. മെയിനായിട്ട് പറയേണ്ടത് വണ്ടീൻ്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ലോ കിലോമീറ്റർ വണ്ടികളും ഡീസലും പെട്രോളും ഓട്ടോമാറ്റിക് മാനുവൽ എന്നിങ്ങനെയുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവരുടെ അടുത്തുണ്ട്. അതായത് ഞാൻ എന്നുള്ളത് നമ്മുടെ ബോസ് യൂസ്ഡ് കാർസിലാണ്. ഇവിടെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം നല്ല വണ്ടികൾ വന്നിട്ടുള്ളത്. മാക്സിമം വിലയൊക്കെ കുറച്ച് വരും ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ വണ്ടീൻ്റെ ക്വാളിറ്റി നിങ്ങളൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും നല്ല നല്ല വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം തന്നെ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു നമ്മുടെ ഷെബി ബ്രോ ആണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് നമുക്ക് കുറച്ച് നല്ല വിലയെ കുറച്ച് കൊടുക്കാൻ പറ്റിയ വണ്ടികളുണ്ടോ? നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ, നല്ല റീസണബിൾ ആയിട്ടുള്ള നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, കഴിഞ്ഞ അതായത് ഏകദേശം ഒരു മാസമായി നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട്. അന്ന് കാണിച്ച ഒരുവിധം എല്ലാ വണ്ടികളും സെയിലായി പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഒരുപാട് എൻക്വയറീസ് പുതിയ പുതിയ വണ്ടികൾക്കുണ്ടല്ലേ? ആർക്കെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ഇവരുടെ അടുത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. അത് ഞാൻ ഗ്യാരണ്ടി ഞാൻ തന്നെ പറയാം. നമുക്ക് ഈ വണ്ടികൾ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പുതിയ മോഡൽ വണ്ടികളാണ് ഒട്ടുമിക്കത് എല്ലാം തന്നെ അല്ലേ? കുറച്ച് മോഡൽ കൂടിയ വണ്ടികളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 10 കൂടിയാൽ തന്നെ ഒരാളും കുറ്റം പറഞ്ഞു വരില്ല. നിങ്ങൾ തന്ന വണ്ടി കംപ്ലൈന്റ് ആരും പറയില്ല അല്ലേ? നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കസ്റ്റമർക്കും ബുദ്ധിമുട്ടില്ല. അതായത് നല്ല വണ്ടികൾ പുതിയ മോഡലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ വളരെ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളല്ല ഓഫ് കോഴ്സ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? നമുക്ക് ഉള്ളിൽ നിന്നുള്ള വണ്ടികളിൽ നിന്ന് തുടങ്ങാം അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ബോസ് യൂസ്ഡ് കാർസിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഒക്കെ കാണുന്ന ഒരു ചേട്ടൻ അല്ലേ, നമ്മുടെ വണ്ടി എടുക്കാൻ വന്നതാണ്. എങ്ങനെയാ പേരെങ്ങനെയാ? എന്റെ പേര് അഷ്റഫ്. അഷ്റഫ് എവിടെ സ്ഥലം? എവിടെയാണ്? തലശ്ശേരി അല്ലേ? അപ്പൊ എന്തായാലും തലശ്ശേരിയുള്ള ചേട്ടന് തലശ്ശേരി വണ്ടി തന്നെ കിട്ടി. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് നമ്മൾ എർട്ടിഗന്റെ വീഡിയോ അതെ ഡീസൽ അല്ലേ? ഡീസൽ. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം ചോദിക്കാനുള്ള എന്താണെന്നറിയോ, ഇവരുടെ ഒരു സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ? വണ്ടി എങ്ങനെയാണ്? സൂപ്പർ, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല നല്ല സർവീസ്, നല്ല പ്രൈസ് തന്നെയാണ്. പ്രൈസും കുഴപ്പമില്ല, ഉദ്ദേശിച്ച ലെവലിൽ തന്നെ കിട്ടിയല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോ കണ്ടു വന്നതിലും. ഇവരുടെ അടുത്ത് നല്ലൊരു വണ്ടി എടുത്തു. നല്ല വണ്ടി, അതെ തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനിയുള്ള യാത്രകൾ അടിപൊളിയാവട്ടെ. മനസ്സറിഞ്ഞ അപ്പൊ എന്തായാലും നമ്മുടെ ബോസ് യൂസ്ഡ് കാർസിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു 1.5 ലിറ്റർ ഡീസൽ പോളോ കാണിച്ചു തരാം ബ്രോ. അതിന് മുമ്പായിട്ട് ആ പ്രോപ്പർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ലൊക്കേഷൻ നമ്മളെ കുന്നംകുളത്തിന്റെയും എടപ്പാളിന്റെയും കറക്റ്റ് സെന്ററിലാണ്. വളയംകുളം പാവിട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ, അതായത് ഹൈവേ സൈഡ്, അതായത് നമ്മുടെ ആ ഒരു NH-ന്റെ സൈഡിൽ തന്നെയാണ്. നിങ്ങൾക്ക് കോഴിക്കോട് തൃശ്ശൂർ ഹൈവേ അല്ലേ? ഇതുവഴി പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റോഡിന്റെ വക്കത്ത് തന്നെയാണ് ഷോറൂം ഇരിക്കുന്നത്. വണ്ടികൾ ഇഷ്ടംപോലെ മുമ്പിൽ തന്നെ കിടക്കുന്നത് കാണാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് പറഞ്ഞു തുടങ്ങിയാലോ? തുടങ്ങാം. ഏതാ മോഡലൊക്കെ? ഇത് 2017 ട്രെൻഡ് ലൈൻ ഡീസൽ. 17 ട്രെൻഡ് ലൈൻ ഡീസൽ അല്ലേ? അതായത് ഡീസൽ ആകുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് നല്ല പവറും നല്ല പെർഫോമൻസും നല്ല മൈലേജും അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. 17 എത്ര ഓടിയിട്ടുണ്ട്? ഇത് 78,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതുപോലെ ഇതില് GT-യുടെ അലോയ്സ് ചെയ്തിട്ടുണ്ട്, സ്പോയിലർ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? ഫിറ്റിംഗ്സ് അത്യാവശ്യം കയറി വരുന്നുണ്ട്. ഇത് എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? 78 ഓടിയിട്ടുള്ളത്. 78 അല്ലേ? ഈ 78ന്റെ ഒക്കെ പ്രോപ്പർ ഹിസ്റ്ററി കൊടുക്കാൻ പറ്റുമോ നമുക്ക്? കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, അതായത് ഡീസൽ വണ്ടിനെ അപേക്ഷിച്ച് 78 എന്ന് പറയുന്നത് വലിയൊരു ഓട്ടം എന്ന് പറയാനില്ല. പിന്നെ അത്യാവശ്യം മോഡൽ കൂടി എനിക്ക് തോന്നുന്നു ലാസ്റ്റിലേക്ക് വന്ന വണ്ടികളിൽ ഒന്നാണ്. ലാസ്റ്റ് 2 ഇയറിന്റെ ഉള്ളിൽ വന്നാണ്. 19 വരെ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ വേറെ അപാകതകളായിട്ടൊന്നും പറയാനില്ലല്ലോ? ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കൊണ്ടുപോകുന്ന ഒരാള് വണ്ടി കംപ്ലൈന്റ് ആണ്, ഇതാണെന്ന് പറഞ്ഞാൽ എന്തായാലും പെട്ടെന്നൊന്നും ഇവിടെ വരില്ല. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വരുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. അതൊരിക്കലും ഇവരെ കുറ്റം പറയാനും പറ്റില്ല. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 570 കൊടുക്കാം. 570. അത് റേറ്റ് നെഗോഷ്യബിൾ ആവും? പിന്നെ സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെ അല്ല. നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർ അതൊന്ന് പറഞ്ഞാൽ മതി, എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കാം. എന്തായാലും ചെയ്യുമല്ലോ അല്ലേ? നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആക്കി തരും. നല്ല മോഡൽ കൂടിയ ഡീസൽ 1.5 ആണ് പോളോ, പവർഫുൾ സാധനം. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ വെന്യൂ ആണെങ്കിലോ? വെന്യൂ 2020 മോഡലാണ്. 20 ആണ്. പെട്രോൾ ആണോ? പെട്രോൾ ആണ്. പെട്രോൾ ആണ് അല്ലേ? പെട്രോൾ ആണ്. അതായത് മിഡിൽ ഓപ്ഷൻ.
പക്ഷേ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല നീറ്റാണ് അല്ലേ? പിന്നെ ഇതിലൊക്കെ എസ് എന്ന് പറയുമ്പോഴും ഇതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം ഒരുവിധം എല്ലാ സാധനവും വരും അല്ലേ? ഓൾമോസ്റ്റ് ഒരു ഓർഡിനറി സ്പെക് എല്ലാം ഉണ്ടാവും. അതെ അതെ അതെ. പിന്നെ ടയർ ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 52 ഓടിയിട്ടുള്ളത്. 52 ഓടി. അപ്പൊ സെക്കൻഡ് ടയർ ആണ് കിടക്കുന്നത്. അതെ, നാലും ഒരുമിച്ച് മാറിയിട്ടുള്ളതാ. അതെ അതെ. അപ്പൊ ഏകദേശം ഒരേ കണ്ടീഷനിലുള്ള 4 ടയർ മാറി. ഏകദേശം ഒരു 10,000 അല്ലേ ഇത് ഓടിയിട്ടുണ്ടാവുള്ളൂ ഇപ്പൊ? അത്ര ഓടിയിട്ടുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല, ക്ലീൻ ആണ് അല്ലേ? പിന്നെ പെട്രോൾ മാനുവൽ ആണ്. ഇത് 1 ലിറ്റർ ആണോ ടർബോ ആണോ? ഇത് 1.2 ആണ്. 1.2 ടർബോ അല്ല. ഓക്കെ, നോർമൽ വണ്ടിയാണ്. അപ്പൊ ഏകദേശം ഒരു 12 കിലോമീറ്ററിനടുത്തൊക്കെ നിങ്ങൾക്ക് മൈലേജ് കിട്ടും. 12 to 15. 14 കാണിക്കുന്നുണ്ടായില്ലേ? നമ്മൾ ഈ ഹൈവേയിലൊക്കെ പോവാണെങ്കിൽ നമ്മുടെ i20 ഒക്കെ അവർ സെയിം ഇതിൽ വരുന്ന കുറച്ചുകൂടി വലിയ ബോഡി വെയിറ്റ് വരുന്ന വണ്ടിയാന്നേ ഉള്ളൂ. എഞ്ചിനൊക്കെ സെയിം ആണ്. പിന്നെ വേറെ ഒരു അപാകതയില്ലല്ലോ? ഒരു അപാകതയില്ല. ക്ലീൻ വണ്ടി അല്ലേ? 20 മോഡലും ഉണ്ട്. നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 7,400 ചെയ്ത് കൊടുക്കാം. 7,25,000. 52 ഓടി ഇതല്ലേ? 52 ഓടി സിംഗിൾ ഓണർഷിപ്പ്. നെഗോഷ്യബിൾ ആവൂലേ? കുറച്ചൊക്കെ മാറ്റി വരുത്തി കൊടുക്കാം. 7,25,000 രൂപയാണ്. നമ്മൾ ഇതിന്റെ പോളോന്റെ ലോൺ ചോദിക്കുക, എത്ര രൂപ ലോൺ കിട്ടും? പോളോക്ക് ഒരു 5 lakh ഒക്കെ ചെയ്ത് കൊടുക്കും. കിട്ടും അല്ലേ? അപ്പോൾ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക്, അതായത് ലോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഇനി ഇതാണെങ്കിലോ 7,25,000 എത്ര ഒരു 6,4-7 ഉള്ളിലൊക്കെ ആയിട്ട് കിട്ടും. എന്തായാലും ചെയ്യാം അല്ലേ? അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് മാക്സിമം ലോൺ കയറ്റാൻ പറ്റുന്ന അത്ര കയറ്റി തരും. എന്തായാലും ഒരു 50,000 രൂപ മിനിമം. പിന്നെ ഓർഡിനറി ആൾക്ക് ഒരു 50,000 രൂപ. അതെ അതെ. പ്രൊഫൈൽ പക്കെ ആണെങ്കിൽ ഒരു 25,000-നുള്ളിലും മതി കേട്ടോ. അത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ സംഭവങ്ങൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആൾക്കാർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി അൾട്ടോ 800 അല്ലേ? Alto 800 VXI 2021 മോഡൽ. 21 മോഡൽ. ലാസ്റ്റ് വണ്ടികളിൽ ഒന്നാണ്. അതെ അതെ. ഇനിയിപ്പോൾ ഇത് പുതിയത് കിട്ടൂല എന്തായാലും. ഈ പഴയത് വാങ്ങിയാലേ രക്ഷയുള്ളൂ. പിന്നെ മോഡൽ കൂടിയ ക്ലീൻ വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 33,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 33 ഓടിയിട്ടുള്ളൂ അല്ലേ? VXI പ്ലസ് ആണ്. അതായത് സെൻട്രൽ ലോക്കും ഒക്കെ വരണതാണ്. ഓക്കെ, കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ. എനിക്ക് തോന്നുന്നു ഈ 30 സംതിങ് ഓടിയ ടയർ അല്ലല്ലോ ഫ്രണ്ടില്, മാറിയതാണ്. ഫ്രണ്ടില് 2 മാറിയിട്ടുണ്ട്. ബാക്ക് കമ്പനിയാണ് എടുക്കുന്നത്. കമ്പനി ടയർ തന്നെയാണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഇസ്രയിലും ഒരു സംഭവം ഇല്ല അല്ലേ? ഒന്നുമില്ല. ഓക്കെ, ക്ലീൻ. അതായത് സെപ്പറേറ്റ് സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല, എന്നിരുന്നാലും നല്ല വൃത്തിയുണ്ട്. അതെ അതെ. ഇതെന്താ നമുക്ക് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3,65,000 കൊടുക്കാം. 3,65,000. അത് നെഗോഷ്യബിൾ ആവൂലേ? 2021 അല്ലേ? 2021. നിങ്ങളൊന്ന് ആലോചിക്കണം, 2021 ലോ കിലോമീറ്റർ വണ്ടിയാണ്. 3,65,000 രൂപ. ഒരു 3 സുഖമായിട്ട് ലോൺ കയറില്ലേ? 3 3.4 3.5 റേഞ്ച് അത്രയും കയറും അല്ലേ? ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു നെഗോസിയേഷൻ കഴിയുമ്പോൾ ഒരു ഫുൾ ലോണിൽ കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതായത് പൈസ ഒന്നും മുടക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അത് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ അതുപോലെ തന്നെ മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും കേട്ടോ. പിന്നെ വേറെ ഒരു ഇതും പറയാനില്ലല്ലോ? ഒന്നും പറയാനില്ല. ക്ലീൻ വണ്ടി. ഓക്കെ, ഇനി ഈ നീല കളർ സ്വിഫ്റ്റ് ആണ്, ഫുൾ ഓപ്ഷൻ ആണോ ഇത്? ഇത് ZXi പ്ലസ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഏറ്റവും ടോപ്പ്. അതായത് ഓട്ടോമാറ്റിക്കിൽ അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് ഇത്. ടോപ്പാണ്, ഓട്ടോമാറ്റിക് ആണ്. 17/6/2019 ഡെലിവറി വരുന്നത്. 19 മോഡൽ. ഓക്കെ, പിന്നെ ഈ ഒരു കളർ ഭയങ്കര രസാട്ടോ. അതായത് ഇത് പോളിഷ് ഒക്കെ ചെയ്ത് നല്ല തിളങ്ങുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ. എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ? ഇതില് ഡിക്ക് റീപ്ലേസ് ഉണ്ട്. ഡിക്കിന്റെ ഗ്ലാസും കാര്യങ്ങളൊന്നുമില്ല. അതായത് സ്കിന്നിന്റെ ഡോർ മാത്രം അല്ലേ? ഓക്കെ, പിന്നെ ഈ വണ്ടികൾക്കൊക്കെ എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ തന്നെ ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ അവരങ്ങ് റീപ്ലേസ് ചെയ്ത് കളയും അല്ലേ? പണ്ടത്തെ പോലെ അങ്ങനെ ചെയ്തില്ല. ഹിസ്റ്ററിയിലുണ്ട്, ഷോറൂമിൽ നിന്ന് തന്നെയാണ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുള്ളത്. മേജർ ആക്സിഡന്റ് ആണെങ്കിൽ ഗ്ലാസ് പൊട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് അത് മേജർ. അതെ അതെ അതെ. പിന്നെ ഇന്റീരിയറൊക്കെ ആണെങ്കിലും സീറ്റ് കവർ മുതൽ സകല സാധനങ്ങളും വരുന്നുണ്ട്. ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട് അല്ലേ? പിന്നെ എക്സ്ട്രാ ചെയ്യേണ്ട ഫിറ്റിംഗ്സ് ഒന്നും ഇല്ല. ഓൾമോസ്റ്റ് എല്ലാം ഓൾറെഡി കമ്പനി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ അതെ. അതായത് പ്രൊജക്ടർ, ഹെഡ് ലാംപ്സ്, DRL മുതൽ എല്ലാ സാധനവും. അതെ അതെ. ഇത് ഓട്ടം എത്രയെന്ന് പറഞ്ഞോ? ഇത് 44 സിംഗിൾ ഓണർ അല്ലേ? എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയർ ആണ് കിടക്കുന്നത്. കാര്യമായ കുഴപ്പമൊന്നുമില്ല. അലവിൽസ് എല്ലാ സാധനവും ഉണ്ട്. വിലയും കൂടി നോക്കട്ടെ. ഇത് നമുക്ക് 7,400 ചെയ്ത് കൊടുക്കാം. 7,25,000. 2019 വണ്ടിയാണ് കേട്ടോ. പ്ലസ് ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് വണ്ടി ഓട്ടോമാറ്റിക് ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? 7,400 ലോണോ? ലോൺ 6,400 കയറും അല്ലേ? നല്ല പ്രൊഫൈലിൽ ഒരു 7 വരെ കയറും. ചെറിയ എമൗണ്ടിലൊക്കെ ഇറക്കാൻ പറ്റും. ഒരു 10, 15, 20, 25 മാക്സിമം അത്രയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാം. ബാക്കി മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ എന്തായാലും നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവരുടെ അടുത്തുള്ള വണ്ടികളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. അത്രയും നീറ്റ് വണ്ടികളാണ്. അതിന് ഞാൻ എന്തായാലും ഗ്യാരണ്ടി പറയും. നല്ല ക്വാളിറ്റി ഉള്ളൊരു റെഡ് കളറിലുള്ള ഒരു ബലേനോയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതേതാ മോഡലൊക്കെ?
ഇത് 2017 സീറ്റ ഓട്ടോമാറ്റിക്. സീറ്റ അതായത് ഏറ്റവും ഫുള്ളിന് നേരെ താഴെയാണ്, പക്ഷെ എല്ലാ ഫീച്ചേഴ്സും വരും. ബട്ടൺ സ്റ്റാർട്ട് അല്ലൊക്കെ ഉള്ളതാണ്, എല്ലാം വരും. അതായത് എനിക്ക് തോന്നുന്നു പിന്നെ ഈ പ്രൊജക്ടർ മാത്രമേ അൽഫയായിട്ട് വ്യത്യാസമുള്ളൂ. അതെ, പ്രൊജക്ടറും സ്ക്രീനും വ്യത്യാസമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഏതാണ്ട് ഫുൾ സാധനങ്ങളുണ്ട്. മെയിനായിട്ട് പറയേണ്ടത് ക്ലീൻ ഇന്റീരിയർ ആണ് കേട്ടോ. ഇത് 2017 ഓട്ടോമാറ്റിക് ആണ്. CVT അല്ലേ വരിക? CVT വരിക. ഓക്കെ, പെട്രോൾ CVT വരിക, ഒന്ന് ബലേനോ ഒന്ന് സിയാസോ വരിക. അതെ. പിന്നെ എത്ര ഓട്ടോ ഒക്കെ? ഇത് കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടി. 2017 1,00,000 നല്ല ഓടിയിട്ടുണ്ട് അല്ലേ? അതും CVT ഓട്ടോമാറ്റിക് സാധാരണ ഓട്ടം സാധാരണ കുറയാറാണ്. ഓടിയിട്ടുണ്ട്. പക്ഷേ സർവീസ് ഉണ്ട്, കറക്റ്റ് ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒരു റീപ്ലേസും ഇല്ല. ചെറിയ ബമ്പർ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. 1,00,000 നമ്മുടെ കേരളത്തിൽ കിടന്നുകൂടി ഏത് വണ്ടിക്ക് ടച്ചപ്പ് കോമൺ ആയിട്ട് വരുന്ന ടച്ചപ്പുകൾ മാത്രമേ ഉള്ളൂ, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ബാക്കി കറക്റ്റ് പ്രോപ്പർ ഷോറൂം ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അതേപോലെ തന്നെ നല്ല വൃത്തിയുണ്ട്, കാര്യമായ യാതൊരു പ്രശ്നമില്ല. റീപ്ലേസ് വേറെ ഒന്നുമില്ല. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്ട്രാ നീറ്റ് ആണ്. ടയർ ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു പുതിയ ടയർ തന്നെയാണ് അല്ലേ? ഒരു 80% എന്തായാലും ഉണ്ട്. നിങ്ങൾ കൊണ്ടുപോയാൽ പെട്ടെന്നൊരു പണി എന്തായാലും എടുക്കേണ്ടി വരില്ല. എന്താ പ്രൈസ് ഒക്കെ വരുന്നത്? നമുക്ക് 6 ലക്ഷം, 6 ലക്ഷം രൂപ. 2017 സീറ്റ CVT പെട്രോൾ വണ്ടിയാണ്. ഏകദേശം ഒരു 12 to 15 മൈലേജും കിട്ടും. CVT ആയതുകൊണ്ട് കുറച്ച് കുറയും, എന്തായാലും കിട്ടും അല്ലേ? ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. എനിക്ക് തോന്നുന്നു ഒരു 6 ലക്ഷം തന്നെ ലോണൊക്കെ കയറേണ്ടതല്ലേ? എന്തായാലും കയറില്ല. 17 മോഡൽ ഓട്ടോമാറ്റിക്കും കൂടിയാണ്, നല്ല വാല്യുവേഷൻ ഉള്ള വണ്ടി. പിന്നെ അതാ ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളും, മാക്സിമം ലോണൊക്കെ ചെയ്തു തരും. പക്ഷെ വണ്ടി നല്ല വൃത്തിയാണ് കേട്ടോ. 1 ലക്ഷം ഓടി എന്നുള്ളത് നിങ്ങൾ മൈൻഡ് ആക്കുക വേണ്ട, ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പറയാം, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, എന്തായാലും പ്രത്യക്ഷത്തിൽ എനിക്ക് ഒരു കുഴപ്പവും കാണുന്നില്ല. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള നല്ല ക്ലീൻ ഒരു സെലേറിയും കൂടി കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ ഉപയോഗിക്കാം അല്ലേ? ഇതേതാ മോഡല്? ഇത് 21 ആണ്. 2021 ആണ്. അത് 4-ാം മാസം April 21 മോഡൽ വണ്ടിയാണ് കേട്ടോ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടയുണ്ട്. ഇത് 18 ഓടിയിട്ടുള്ളൂ. ആ ടയറാണ്, 18 ഓടി ടയറാണ് അല്ലേ? ഏകദേശം ഒരു 70% മേലേന്ന് വേണമെങ്കിൽ പറയാം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ക്ലീൻ ആണ്. ഓക്കെ, മാനുവൽ പെട്രോൾ വണ്ടിയാണ് ഇത്. പിന്നെ VXI ആണോ? VXI സിംഗിൾ ഓണർ വണ്ടി. VXI സിംഗിൾ ഓണർ ആണ് കേട്ടോ. ഇന്റീരിയർ ആണെങ്കിലും നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ സ്ക്രീനും കാര്യങ്ങളും പഴയ മോഡലാണ്, പക്ഷേ സാധനം അതിൻ്റെ അകത്ത് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ബേസിക് സാധനങ്ങളൊക്കെ വരും അല്ലേ? ഓർഡിനറി സ്പെക് ഉണ്ടാവും. അതെ. പിന്നെന്താ പറയുക, അത്യാവശ്യം പവറുള്ള 1000 cc വരുന്ന ഒരു വണ്ടി, മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു ഫാമിലിക്കൊക്കെ ബെസ്റ്റ് ആണ് എടുത്ത് ഉപയോഗിക്കാൻ. കംപ്ലൈൻസ് ഉണ്ടാവില്ല, അതാണ് മെയിൻ കാരണം, മെയിൻ ഗുണം. ഓക്കെ, ഇതെന്താ നമുക്ക് പിന്നെ അധികം ഓട്ടമില്ല, 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ തന്നെയാണ്, മോഡലും ഉണ്ട്. അതെ. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 4,85,000 കൊടുക്കും. 4,85,000. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, 2021 മോഡൽ VXI ആണ് കേട്ടോ. വെറും 18,000 ഓടിയിട്ടുള്ളൂ. 4,80,000 അല്ലേ? കുറയൂലേ? മാറ്റം ചെയ്ത് കൊടുക്കാം, എന്തായാലും ചെയ്യൂലേ? ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് നല്ല പ്രൈസിൽ ഈ സാധനം തരും. അതുപോലെ തന്നെ ക്വാളിറ്റിയാണ്. 21 ആണ്, അതുപോലെ 18,000 ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ന്യൂ കാർ എടുത്ത് കൊണ്ടുപോകണ ആ ഒരു ക്വാളിറ്റിയിൽ ആ ഒരു ഫീലോട് കൂടി തന്നെ ഉപയോഗിക്കാം. അതാണ് ഏറ്റവും വലിയൊരു ഗുണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് നോക്കിക്കോളൂ. ക്ലീൻ വണ്ടിയാണ്, എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്തു തരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിലൊരു 5-6 സ്വിഫ്റ്റ് ഇവിടെ കിടപ്പുണ്ടല്ലേ? 6 സ്വിഫ്റ്റ് നിലവിൽ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അടുത്തൊരു സ്വിഫ്റ്റ്, ഇതും പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ്. VXI 2021 മാനുഫാക്ചറിങ്, 22 രജിസ്ട്രേഷൻ. 22 രജിസ്ട്രേഷനും ഉണ്ട്. അതായത് പെട്രോൾ VXI ആണ് കേട്ടോ. പിന്നെ അലോയ് വീൽസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട്, ഒരു പോറൽ പോലും ഇല്ല. എത്ര ഓടിയിട്ടുണ്ട്? 15,000 കിലോമീറ്റർ ഓടി. 15 ഓടിയിട്ടുള്ളൂ അല്ലേ? ഈ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ അല്ലേ ബ്രോ? ഇത് ടയർ മാറിയതാണല്ലോ? കമ്പനി ടയർ തന്നെയാ? അടിപൊളി. 15,000 ഓടിയ ടയറാണ് കിടക്കുന്നത്, നല്ല കട്ടിങ്. അപ്പൊ ഞാൻ ഓർത്തത് മാറിയതായിരിക്കുന്നു. കമ്പനി ടയർ തന്നെയാ അല്ലേ? ശരിക്കും കാണുമ്പോൾ പുതിയതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇന്റീരിയറും നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പെട്രോൾ ആണ്. പെട്രോൾ സ്വിഫ്റ്റ് എങ്ങനെ പോയാലും ഒരു 16-17 ഒക്കെ മൈലേജും കിട്ടും അല്ലേ? 23 പറയുന്നുണ്ട്, പക്ഷേ BS6 ആയതുകൊണ്ട് ഒരു 18-20 റേഞ്ച് കിട്ടുന്നുണ്ട്, മൈലേജ് കിട്ടും അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ക്ലീൻ വണ്ടി, അത് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. അതായത് അത്രയും നീറ്റ് ആണ്. 15,000 ഓടിയിട്ടുള്ളൂ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ 22 ആണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? ഹിസ്റ്ററി എല്ലാം അവൈലബിൾ. നമ്മൾ എടുത്ത് കൊടുക്കൂല എല്ലാവർക്കും? എല്ലാം എടുത്ത് കൊടുക്കാം. അടിപൊളി. ഷോറൂം ഉണ്ട്. ഷോറൂം ഉണ്ട്.
ഹിസ്റ്ററി എടുക്കാം, വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യാം, എല്ലാ സൗകര്യം ഹ്യുണ്ടായിയുടെ അടുത്തുണ്ട്, മാരുതിയുടെ അടുത്തുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ കൂട്ടിയിട്ട് മെക്കാനിക്കിനെ കൊടുന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഏതെങ്കിലും ഉള്ള മെക്കാനിക് ഷോപ്പിൽ കൊണ്ടുപോയി അങ്ങനെ ചെയ്യാം. എല്ലാം അവൈലബിൾ ആണ്, എല്ലാ സൗകര്യവും ചെയ്തു തരും. അതായത് നിങ്ങളൊരു വണ്ടി എടുക്കണമെന്ന് ജെനുവിനായിട്ട് ആഗ്രഹിച്ചു ഇവിടെ വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെയുള്ള ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടുന്ന എന്ത് സഹായം അവർ ചെയ്തു തരും, ലോൺ അടക്കം അല്ലേ? ലോൺ അടക്കം. എന്താ വില വരുന്നത് 22 വണ്ടി? ഇത് നമുക്ക് 6,90,000. 6,90,000. പ്രൈസ് നെഗോഷ്യബിൾ ആവൂലേ? പിന്നെ മാറ്റം. വേറൊരു കാര്യമുണ്ട്, 2022 രജിസ്ട്രേഷനുള്ള പുത്തൻ വണ്ടിയാണ്. 6,90,000 പ്രൈസ്. പിന്നെ മാക്സിമം കൊടുക്കണം കേട്ടോ നമ്മുടെ ആൾക്കാർ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു ഇതിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട്, 15,000 ഓടി സിംഗിൾ ഓൺ, ആ ഒരു മോഡലും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് വരുന്നത് അല്ലേ? നമുക്ക് തന്നെ 21 തന്നെ 6.5 അപ്പൊ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് പ്രൈസിംഗിന്റെ വേരിയേഷൻ. അതെ അതെ അതെ. എന്തായാലും നിങ്ങളൊന്ന് ഡയറക്റ്റ് വന്ന് നോക്കി കണ്ട് സംസാരിച്ചോളൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത്. 6,90,000 എന്തായാലും ഒരു 6 ലോൺ കയറില്ലേ? 6 എന്തായാലും കയറും, 6.25 6.5 റേഞ്ചിൽ കയറും, എന്തായാലും കയറും. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, മാക്സിമം ലോൺ വിട്ട് തരും ഇതെന്തായാലും. അപ്പൊ എന്തായാലും ഒരു സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം. ഈ സ്വിഫ്റ്റ് ലേശം ഹൈലൈറ്റ് സാധനമാണ്, അതായത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതെ അതെ, ZDI ഓട്ടോമാറ്റിക്. ഓ ZDI ആണ്, അതായത് ഏറ്റവും ഫുൾ അല്ല, അതിന്റെ തൊട്ട് താഴെ. പക്ഷെ ബട്ടൺ ഷോട്ടും കാര്യങ്ങളൊക്കെ വരും, സ്ക്രീൻ മാത്രം വ്യത്യാസം മാത്രം, സ്ക്രീനും പ്രൊജക്ടറും. അതെ അതെ, ZXi പ്ലസ് കണ്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഈ രണ്ട് സാധനമേ കുറവുള്ളൂ. അതെ അതെ. ഓക്കെ, പിന്നെ ഓട്ടോമാറ്റിക്കാന്ന് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതില്? പറഞ്ഞ പോലെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്, ഗ്ലാസ് റീപ്ലേസ് ഇല്ല, ഹെഡ്ലൈറ്റ്സ് അങ്ങനത്തെ റീപ്ലേസ് ഇല്ല. വണ്ടി എടുത്ത ടൈമിൽ അവര് മാറിയിട്ടില്ലാണ്. മോഡൽ ഏതാ പറഞ്ഞത്? 18-19 രജിസ്ട്രേഷൻ. 18 മോഡൽ 19 രജിസ്ട്രേഷൻ. ഓട്ടോ എത്രയാ? സിംഗിൾ ഓണർ ആണ്, 64,000 കിലോമീറ്റർ. അടിപൊളി. അതായത് 64,000 ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലെ? ജെനുവിൻ ആണല്ലോ അല്ലെ? ഫുള്ള് ഷോറൂം മെയിൻ്റെ ഉണ്ടാവും. ഓക്കെ, പിന്നെ വേറെ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ, 60-യുടെ സർവീസ് കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇതിൽ പിന്നെ 25 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടും. അതായത് ഒരു 20-ന് മേലെ ട്രാഫിക്കിൽ നിങ്ങൾക്ക് മൈലേജ് കിട്ടും. ഹൈവേയിൽ എനിക്ക് തോന്നുന്നു കമ്പനി 28 പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും 25-ന് മേലെ കൺഫേം ആയിട്ടും കിട്ടും. അത്രയും നീറ്റ് വണ്ടി. പിന്നെ ഓട്ടോമാറ്റിക്കും കൂടിയാണ് കേട്ടോ. ഡീസൽ ഓട്ടോമാറ്റിക്കലി മൈലേജ് കിട്ടുന്ന വണ്ടി അതും AMT ആണ്. അതിന് AMT ആയതുകൊണ്ട് വലിയ ലാഗോ കാര്യങ്ങളോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട, കാരണം അത്യാവശ്യം സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. ബോണറ്റ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ, ഹിസ്റ്ററി എടുത്ത് തരും, 60,000-ന്റെ ഹിസ്റ്ററി തരും. അത് ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ വണ്ടിയൊക്കെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടാകുമ്പോൾ റീപ്ലേസ് ചേഞ്ച് ചെയ്ത് മാറ്റുന്നതാണ് കേട്ടോ. ഷോറൂമിൽ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? റീസൺസ് ഒക്കെ അവിടെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 7.30. 2018-19 വണ്ടി, 60,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി. ഏറ്റവും കൂടുതൽ മാർക്കറ്റിലൊരു സാധനമാണ് ഇപ്പോൾ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 7.30 നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? മാറ്റം വരുത്തി കൊടുക്കാം, നല്ലോണം കുറയ്ക്കണം കേട്ടോ. നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് പ്രൈസിൽ കൊടുക്കണം. പിന്നെ ലോൺ എന്തായാലും ഒരു 6.25 കയറില്ലേ? സുഖമായിട്ട് കയറും. ഏകദേശം ഒരു 50,000 രൂപ ഉള്ളിൽ കയ്യിൽ വെച്ച് പോരെ. നമുക്ക് 18-19 VDIക്ക് തന്നെ ഏകദേശം 6.5 റേഞ്ച് ലോൺ കയറുന്നുണ്ട്. VDI മാനുവലിന് കയറുന്നുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, മാക്സിമം നല്ല പ്രൈസിൽ എടുത്തോളൂ കേട്ടോ. അത്യാവശ്യം പുതിയ മോഡലിലുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഗണർ, അതും വലിയൊരു വണ്ടിയാണ് ശരിക്കും. വാഗണറിന്റെ പുതിയ വണ്ടി എന്ന് പറയുന്നത് ഇത് ശരിക്കും ഏതാ മോഡലാണ്? ഏതാ? പിന്നെ വേറെ ഗുണമുള്ളത് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് യാത്ര ചെയ്താൽ മടുക്കൂല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് ഏതാ മോഡൽ? 2019 1.2 ആണ്, 4 സിലിണ്ടർ 1.2 ആണ് അല്ലേ? VXI ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് VXI മാത്രമല്ല, ഇതിന് VXI വരുന്നല്ലോ, ZXi വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇത് ശരിക്കും എത്ര ഓടിയിട്ടുണ്ട്? ഇത് 45 ആണ് ഓടിയുള്ളത്, 45,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അതെ, ഉള്ളിൽ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഈ വണ്ടിയിൽ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല, പക്കയാണ് അല്ലേ? കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തരും, ഒരു കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ടച്ചപ്പ് ഒക്കെ ബമ്പർ സൈഡിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതെ അതെ, അതായത് ടച്ചപ്പിന്റെ ഒരു കേസും നമ്മൾ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്നായിട്ടും പറയുന്നില്ല, കാരണം അത് സ്വാഭാവികമാണ്. ഈ ബമ്പർ സൈഡ് ഒരയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. എന്തായാലും 19 മോഡൽ 40,000 കിലോമീറ്ററോടെ VXI വണ്ടി എന്താ ചോദിക്കുന്നത്? 5,20,000. നെഗോഷ്യബിൾ ആണോ? മാറ്റം വരുത്തി കൊടുക്കാം അല്ലേ? ഓക്കെ, ഇത് നമുക്ക് ഒരു 4.5 ലോൺ കയറുമോ? 4.25 കയറും, സുഖമായിട്ട് കയറും അല്ലേ? അപ്പോഴും നിങ്ങൾ ഏകദേശം ഒരു 50,000 രൂപ കയ്യിൽ വെച്ച് വന്നോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. 50,000 രൂപയുടെ ഉള്ളിൽ എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് ഇത് നെഗോഷ്യബിൾ ആക്കി തരും. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും നോക്കിക്കോളൂ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിഫ്റ്റും കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏതാ പ്രോ മോഡൽ? ഇത് 2021 VXI. 21 VXI ആണല്ലേ? ഓക്കെ, 21-ല്
എത്ര ഓട്ടോ ഒക്കെ? ഇത് 58 ഓടിയിട്ടുണ്ട്. 58,000. 58,000. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല, ക്ലീൻ ആണ്. VXi ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞല്ലോ ആ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്, എല്ലാ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അലോയ് വീൽസും കാര്യങ്ങളും ഉണ്ടാവില്ല. അതായത് ഇതിന്റെ കറക്റ്റ് ഡെലിവറി പറഞ്ഞാൽ 21/4/2021 ആണ്. ഓട്ടോ എത്ര പറഞ്ഞേ? ഇത് 58 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. 58 അല്ലേ? പക്ഷെ ഇതിൽ സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കമ്പനി സീറ്റാണ്. എല്ലാം ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ആയിട്ടുണ്ട്. പിന്നെ അത് നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ ആണ്, ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നല്ല വൃത്തിയുണ്ട്. ഒരു റീപ്ലേസ്മെന്റും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല, ക്ലീൻ വണ്ടി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 6,65,000. 6,65,000 2021 വണ്ടിയാണ് കേട്ടോ. 2021 മോഡലാണ്. പിന്നെ പ്രൈസ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും. 6,65,000 അല്ലേ? ഓക്കെ. ഇത് വേറെ ഒരപാകതയില്ലെന്ന് ഉറപ്പല്ലേ? ക്ലീൻ വണ്ടി, ഹിസ്റ്ററി ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നല്ല സ്വിഫ്റ്റ് വേണ്ടവര്, അതായത് ന്യൂ ഷേപ്പ് വണ്ടി വേണ്ടവർ, ഞാൻ പറഞ്ഞല്ലോ 6 വണ്ടി ഇവിടെ ഉണ്ട്. അതിൽ ഡീസൽ അടക്കം ഉണ്ട്, എല്ലാ വേരിയന്റും ഉണ്ട് അല്ലേ? LXi വെച്ച് VXi, ZXi, ZX പ്ലസ് എല്ലാ സാധനവും ഉണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. 6,65,000. 6 ലോൺ കയറുമോ? എന്തായാലും കയറും അല്ലേ? 21 വണ്ടിയാണ്, നോക്കിക്കോളൂ. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ഇഗ്നിസ് ഉണ്ടല്ലോ. ഇഗ്നിസ് ഏതാ? ഇഗ്നിസ് 2022 സിഗ്മയാണ്, ബേസ് ആണ് അല്ലേ? ഓക്കെ. ഇത് 9/8/2022 ആണ് ഇതിന്റെ ഡെലിവറി ഡേറ്റ് വരുന്നത്. ഈ ബേസിൽ 2 ഡോർ അല്ലേ വിൻഡോ വരുള്ളൂ? 2 ഡോർ വിൻഡോ ഉണ്ടാവും. പിന്നെ വീൽസ് ചെയ്തിട്ടുണ്ട്, അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം ഒരു 10-15,000 രൂപ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പവർ വിൻഡോ ആഡ് ചെയ്യാൻ പറ്റും ബാക്കിൽ. അതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഏകദേശം എല്ലാം ആയി അല്ലേ? എല്ലാ ഓപ്ഷനും ആയി. ഇത് 1.2 തന്നെയല്ലേ വരുന്നത്? 1.2 പെട്രോൾ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല. ഒരു മ്യൂസിക് സിസ്റ്റം പഴയ ടൈപ്പ് ഒരു ടച്ച് സ്ക്രീൻ ഇരിപ്പുണ്ട്. വർക്കിംഗ് ആണല്ലോ അല്ലേ? ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, സിംഗിൾ ഓണർ ആണ്. 25,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 25 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ ഈ ഒരു കളറ് എനിക്ക് തോന്നുന്നു മാരുതിയുടെ തന്നെ നല്ലൊരു പ്രീമിയം കളർ തന്നെയാണ് അല്ലേ? ഇങ്ങനത്തെ കളറുള്ള ഒരുപാട് സ്വിഫ്റ്റും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുണ്ട്. അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. ലേശം പ്രൊജക്ഷനുള്ള നല്ല രസമുള്ള ഒരു ടയറാണ് കേട്ടോ. ടയർ ഭാഗങ്ങൾ കുറവാണല്ലേ? ടയർ ഭാഗം കുറച്ച് കുറവുണ്ട്. 60-50%, 60% ആ റേഞ്ചിൽ കൂട്ടിയാൽ മതി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 5,90,000. 5,90,000 നെഗോഷ്യബിൾ ആവുമോ? എന്തെങ്കിലും മാറ്റം വരുത്തും. അതായത് 22 8ാം മാസം വണ്ടിയാണ്. 5,90,000 രൂപ. ലോ കിലോമീറ്റർ ആണ്. ബേസ് ആണ്. 2 പവർ വിൻഡോന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ആഡ് ചെയ്തോളൂ. എത്ര ലോൺ കിട്ടും? ഇത് നമുക്കൊരു 5.5 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. 5.5 വരെ കയറും. മാക്സിമം നിങ്ങൾക്ക് ലോണും ചെയ്ത് തരും. 5 ലക്ഷം രൂപ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ വില എത്ര? 5,90,000. ഒരു 40 രൂപ കൊണ്ട് വരണം അല്ലേ? 40 വേണ്ട, 40-നുള്ളിൽ മതി. മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും. കുറേ നേരം കൊണ്ട് നിങ്ങളെ ചെറിയ വണ്ടികളെ കാണിക്കുന്നത്, വലിയ വണ്ടി കാണിക്കാണ്ട് ഒരു സുഖമില്ല. ഒരു SUV എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന വണ്ടി ഡസ്റ്റർ ആണ്. ഏതാ മോഡല്? 2014 ആണ്. 85 ആണോ ഇത്? 85 ആണല്ലേ? ഓക്കെ. 85 ആയതുകൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് കുറവായിരിക്കും. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഒരു 17-18 മൈലേജ് കിട്ടും കേട്ടോ. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ ആണോ അതോ? അല്ല, ഇത് RXL ആണ്. RXL മിഡിൽ ഓപ്ഷൻ ആണ്. എന്നിരുന്നാലും അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ വരും, സെൻട്രൽ ലോക്ക് വരും. അതെ, അലോയ് വീൽസ് ഉണ്ടാവില്ല. അതെ. പിന്നെ ഈ അലോയ് വീലും സ്ക്രീനൊക്കെ സാധാരണ ഇതിപ്പോ കമ്പനി കൊടുത്താലും എല്ലാവരും മാറ്റാറാണ് പതിവ്. അതെ. പിന്നെ സ്ക്രീനൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതെ. ഇതിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾ സെപ്പറേറ്റ് ഒരു സംഗതിയിലാണ് കൊടുത്തിട്ടുള്ളത് മാത്രം അല്ലേ? അതങ്ങനെയാണ് കമ്പനി വരുന്നത്. ഓക്കെ. അത് ഈ സ്റ്റിയറിംഗിലല്ല വെച്ചിട്ടുള്ളതേ ഉള്ളൂ. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.18 ആണ് ഓടിയിട്ടുള്ളത്. 1,18,000. അത് ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ? ഹിസ്റ്ററി കിട്ടും. എല്ലാ ഹിസ്റ്ററിയും കമ്പനിയിലുണ്ടല്ലോ അല്ലേ? ലാസ്റ്റ് 1-2-3 എന്തോ ആണ് പുറത്തുനിന്ന് ചെയ്തില്ല. അത് കോമൺ ആയിട്ട് ഒരു 80-60 വരെയൊക്കെ ഈ വണ്ടി പോയി കഴിഞ്ഞാൽ ഷോറൂമിന്റെ അവൈലബിലിറ്റി കാരണം പുറത്ത് കൊടുക്കുന്നതാണ്. അല്ല, ഈ കിലോമീറ്റർ ജെനുവിൻ ആണെന്ന് ഉറപ്പാണോ? കിലോമീറ്റർ ജെനുവിൻ ആണ്. ഗ്യാരണ്ടിയിൽ കൊടുക്കാം. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടി. ഓക്കെ. എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 4,90,000 ആണ് ആസ്കിങ്. 2014 വണ്ടി അല്ലേ? ഓക്കെ. പിന്നെ RXL ആണ്. വണ്ടിക്ക് നല്ല വൃത്തിയുണ്ട് കേട്ടോ. 4,90,000 എന്നൊക്കെ പറയുന്നത് നല്ലോണം കുറയും അല്ലേ? റേറ്റ് മാറ്റം വരും അല്ലേ? ഓക്കെ. എന്തായാലും ഒരു 4 സുഖമായിട്ട് ലോൺ കയറില്ലേ? 4-4.5 ഉള്ളിലൊക്കെ ആയിട്ട് കയറും അല്ലേ? ഓക്കെ. 4 രൂപ നിങ്ങൾ മിനിമം കൂട്ടിക്കോ. അപ്പോൾ ഏകദേശം നിങ്ങളൊരു 90,000 രൂപ മനസ്സിൽ കണക്ക് കൂട്ടിക്കോ. നിങ്ങൾക്ക് ഒരു 4.5 വരെ കിട്ടുകയാണെങ്കിൽ അത്രയും കൂട്ടിയെടുത്തോ. എനിക്കൊരു കുഴപ്പമില്ല. ലോൺ അടയ്ക്കുന്നത് നിങ്ങളാണല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും എടുക്കാം. ഓക്കെ. ഇവരതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. എന്തായാലും ചെയ്ത് കൊടുക്കാം അല്ലേ? 4,90,000 നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഒരു ഡസ്റ്റർ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോ. അടുത്തൊരു എർട്ടിക. ഡീസലാണോ ഇത്? ഡീസൽ VDI. ഓക്കെ. മെയിൻ സാധനമാണ്. അതായത് 7 സീറ്റർ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ മൈലേജും കാര്യങ്ങളും മെയിൻ്റെനൻസും കുറഞ്ഞൊരു വണ്ടി അല്ലേ? മാരുതിയുടെ വണ്ടിയാണ്. ഇത് ഏതാ മോഡല്? ഇത് 2012 മോഡല് VDI അല്ലേ?
12 തേർഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ വണ്ടി, വലിയ കുഴപ്പമൊന്നുമില്ല. എത്ര ഓടിയുണ്ട്? ഇത് 1.30 നിലവിൽ. 1.30. കാരണം എന്തായാലും ഓടും, അതായത് 12 വയസ്സ് 1.30 എന്ന് പറയുന്നത് ഈ വണ്ടിനെ സംബന്ധിച്ച് വലിയ ഓട്ടം ഞാൻ പറയില്ല. കാരണം അത്യാവശ്യം ഓടും, കാരണം മൈലേജ് ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ 7 സീറ്റർ ആണ്. ഒരു ഫാമിലിക്ക്, ഒരു 6-7 പേരുള്ള ഫാമിലിക്ക് ബെസ്റ്റ് സാധനം. ഇനിയിപ്പോ ഒറ്റയ്ക്ക് കൊണ്ടെടുക്കാനും സീനില്ല, കാരണം മൈലേജും ഉണ്ട്. വലിയ വണ്ടിയാണെന്നേ ഉള്ളൂ, വണ്ടി വലുതാണേ ഉള്ളൂ. അതെ അതെ, നമ്മളൊരു സ്വിഫ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മള് സാധാരണ പറയും ഒരു 7 സീറ്റർ ഉണ്ടെങ്കിൽ ഒരു ചെറുവണ്ടി വേണമെന്ന് പറയും. ഇതുണ്ടെങ്കിൽ രണ്ടും കൂടി പർപ്പസ് മതി. അതെ, ഒന്നും മാറിയിട്ടില്ലല്ലോ. മെയിൻ ഗ്ലാസോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതായത് ബോണറ്റും കാര്യങ്ങളൊക്കെ കമ്പനി സാധനം തന്നെയാണ്, ഒന്നും മാറിയിട്ടില്ല. മെയിൻ ഗ്ലാസ് മാറിയില്ല. മേലെ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും ഒരു ഫ്രണ്ടിൽ ഒരു 80% ഉണ്ട്, ബാക്കിൽ ഒരു 60% കൂട്ടിയാൽ മതി. ഏകദേശം ടയറും കുഴപ്പമൊന്നുമില്ല. അതെ, കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിലെ ടയർ മിനിമം ഒരു 25,000 കൺഫേം ആയിട്ട് ഓടിക്കാം, ബാക്കിൽ ഒരു 10,000 ഓടിക്കാം. അത് ഗ്യാരണ്ടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി. സീറ്റ് കവറും ഇന്റീരിയറും എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്താ വില വരുന്നത്? ഇത് നമുക്ക് 390 ആസ്കിങ്. 390, അതായത് 12 വണ്ടിയാണ് കേട്ടോ. അതായത് 1.30 ഓടി 12 വണ്ടി. 390 എന്ന് പറയുമ്പോൾ നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. 3 ലോൺ കയറുമോ? 3.25 കയറും. അപ്പോഴും ഏകദേശം ഒരു 10,000 രൂപേൻ്റെ ഉള്ളിൽ കാണണം. അതെ, നെഗോഷ്യബിൾ ആണ്, ഞാൻ പറഞ്ഞല്ലോ. മാക്സിമം കുറച്ച് തരുന്നില്ല എന്നോട് പറഞ്ഞ കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞോളാം അത്. അതുപോലെ തന്നെ ഒരു പോളോയും കൂടെ അല്ലേ? ഇതാ മോഡല്. ഇത് 2018 കംഫർട്ട് ലൈൻ. അതായത് എനിക്ക് തോന്നുന്നു പെട്രോൾ ആയിരിക്കും അല്ലേ? ഡീസലാണ്. 1.5 ഡീസലാണ്. അടിപൊളി. ഈ കംഫർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരില്ലേ? ഉണ്ടാവും. പിന്നെ അലോയ് വീൽസ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് അല്ലേ? അലോയ് വീൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതെ, നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണാൻ. ഇത് 18 കംഫർട്ട് ലൈന്, രണ്ടാമത്തെ ഓണറാണ്. പക്ഷെ കറക്റ്റ് ഷോറൂം മെയിൻറ്റൈൻഡ് ആണ്. ഇപ്പൊ 90 സംതിങ് ഓടിയിട്ടുണ്ട്. 90,000 സർവീസ് ഷോറൂമിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് ഒരു ഡോക്ടറോണ്ട് വണ്ടി എന്ന് തോന്നുന്നു, ഒരു ഡോക്ടറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ വെറുതെ പറഞ്ഞു, സ്പെസിഫിക് ആയിട്ട് പറയലില്ല. അത് പറയാൻ ഞാൻ സാധാരണ ഇങ്ങനെ ഒന്നാ പറിച്ച് അറിയാറുണ്ട്, കാരണം അതൊരു ഇപ്പൊ ട്രോളാണല്ലോ. അപ്പൊ അത് ഞാൻ പറയാറില്ല. അതെ, ഞാൻ ചുമ്മാ കണ്ടപ്പോ പറഞ്ഞു കേട്ടോ. ബാക്കി നിങ്ങൾ നോക്കിക്കോളൂ. സെക്കൻഡ് ഓണർ ആണല്ലേ പറഞ്ഞേ? സെക്കൻഡ് ഓണർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല കറക്റ്റ് ഷോറൂം മെയിൻറ്റൈൻഡ് ആണ്. ഒരു കാര്യങ്ങളും ഷോറൂം. ഇനിയിപ്പോ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ ഇതിന് ആഡ് ഓൺ വാറന്റി ഉണ്ട് വണ്ടിക്ക്. നിലവിൽ ആഡ് ഓൺ വാറന്റി ഉണ്ട്. ഷോറൂം മെയിൻറ്റൈൻഡ് ആയ വണ്ടിക്കാണ് അവർ ആഡ് ഓൺ വാറന്റി കൊടുക്കുള്ളൂ. ഇപ്പൊ മൈന്യൂട്ട് ആയിട്ട് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും, വൈപ്പർ ബ്ലേഡിന്റെ കേസ് ആണെങ്കിൽ പോലും ഷോറൂമിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് മാറി കിട്ടും. വാറന്റിയിൽ മാറി. എത്ര വരെ ഉണ്ട്? അത് ജൂലൈ വരെ ഉണ്ട്. ജൂലൈ ഇനി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ സർവീസ് ചെയ്താൽ 24 ജൂലൈ വരെ ഉണ്ട്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനും അവിടെ ഒരു 14,000 രൂപ റേഞ്ച് വരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ 14,000 കൊടുത്താൽ നമുക്ക് സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാം. ഇപ്പൊ ABS സെൻസർ പോണ പ്രശ്നമുണ്ട്, അത് ഷോറൂമിൽ നിന്ന് ഫ്രീ ആയിട്ട് മാറി കിട്ടും. എല്ലാ കേസും അവർ ക്ലിയർ ചെയ്തു. അതൊരു വാറണ്ടി എന്ന് പറയുമ്പോൾ അതായത് A to Z സാധനം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ നോക്കിക്കോളൂ. ഏകദേശം 24 6 മാസം അല്ലേ? അപ്പൊ നിങ്ങൾ 7 മാസം. അപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നേരെ ഷോറൂമിൽ കൊണ്ടുപോയിക്കോ, മാറ്റി തരാൻ പറഞ്ഞാൽ മാറ്റി തരും. നമ്മളെ ഗ്യാരണ്ടിക്ക് അപ്പുറം ഷോറൂമിന്റെ ഗ്യാരണ്ടിയുള്ള വണ്ടി. അതെ, നമ്മള് ഗ്യാരണ്ടി ഈ വണ്ടിക്ക് കസ്റ്റമർക്ക് കൊടുത്തില്ലെങ്കിലും ഷോറൂമിന് കൊടുക്കാം. അടിപൊളി. എന്ത് കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന പകരം ഷോറൂമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് കിട്ടും. അതെ. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. വിലയും കൂടി ഒന്ന് പറഞ്ഞോ. ഇത് നമുക്ക് 6.25 2018 93,000 ഓടിയ ഡീസൽ വണ്ടി. അലോയ് വീൽസും ഒട്ടുമിക്ക എല്ലാ സാധനവും ഉണ്ട്. വാറണ്ടി ഉൾപ്പെടെ 6,25,000. നെഗോഷ്യബിൾ ആവുമോ? മാറ്റം വരുത്തി കൊടുക്കാം. ലോണോ? ലോൺ 5.25 കയറും. എന്തായാലും കയറും. അപ്പോഴും നിങ്ങളൊരു 50,000 രൂപ കയ്യിൽ വെച്ച് പോരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ലോൺ ചെയ്തു തരും, മാക്സിമം വിലയും കുറച്ച് തരും. 50,000-നുള്ളിൽ മതി ഒരു ഡൗൺ പേയ്മെന്റ്. നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് കാണിച്ച് മടുത്തു. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 21 ആണ്. 21. അതെ. ഓക്കേ, 2021 ആണ്. നമ്മൾ കാണിക്കാത്തൊരു ഓപ്ഷനാണ്. ഓ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലോ, LX ഇല്ലാന്ന് പറഞ്ഞോളൂ. അപ്പോഴത്തേക്ക് LX ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ ഓപ്ഷൻസും ഉണ്ട് നമുക്ക്. ഉണ്ടല്ലേ? അടിപൊളി. അപ്പോൾ LXi, VXi, ZXi പ്ലസ് വരെയുള്ള സാധനം ഇവിടെ ഉണ്ട്. ഇതിന്റെ എക്സാക്ട് ഡെലിവറി 1/3/2021 ആണ് കേട്ടോ. 21 മാനുഫാക്ചറിംഗ്. 70 ഓടിയിട്ടുണ്ട്. 70. പെട്രോൾ വണ്ടിയാണ്. ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ പവർവിൻഡോസ് ഉണ്ടാവില്ലല്ലോ. ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഫ്രണ്ട് 2 ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ മ്യൂസിക് സിസ്റ്റം ഷോറൂം കമ്പനി VXiന്റെ മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പവർ വിൻഡോയും കൂടി വെച്ചാൽ VXi ആയി. ഓക്കെ, ഒരു 10-15,000 രൂപ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പവർ വിൻഡോയും കൂടി വെക്കാം. ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അതെ. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി. കറക്റ്റ് ഷോറൂം സർവീസ് ഉണ്ട്. വേറെ ഒരു അപാകതയില്ല. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ക്ലീൻ ആണ്. ഓക്കെ, എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 5.25. 5.25 വരെ ലോൺ കൊടുക്കാം അല്ലേ? ഓക്കെ, 5,75,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. 21 മോഡൽ LXi ആണ്. 2 ഡോർ പവർ വിൻഡോയും മ്യൂസിക് സിസ്റ്റവും ചെയ്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഒരു അപാകതയില്ല. ഷോറൂം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഷോറൂമിൽ പോയി അന്വേഷിച്ചിട്ട് എടുത്താൽ മതി. എത്രയ്ക്ക് കൊടുക്കാം? എത്ര വില പറഞ്ഞേ? 5.5 5.5 വരെ ലോൺ 5.5 വരെ കിട്ടും. 25,000 രൂപയും കൊണ്ട് പോരെ. 25,000 വേണ്ട, അതും നെഗോഷ്യബിൾ ആക്കി തരും. ഒന്ന് നോക്കിക്കോളൂ. നമ്പറുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വീഡിയോയുടെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, വിളിച്ചോളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും സമയം കാണിച്ച ബോസ് യൂസ്ഡ് കാർസിൽ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും ഷബീബിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഇവിടെ കാണിക്കാത്ത ഏതെങ്കിലും വണ്ടീൻ്റെ എൻക്വയറി നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിനും കോൺടാക്ട് ചെയ്തോളൂ. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികൾ എടുത്ത് തരും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? എന്തായാലും ഒന്നും കൂടി ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോ. എടപ്പാളിന്റെയും കുന്നോളത്തിന്റെയും ഇടയിലാണ്, അതായത് തൃശ്ശൂർ മലപ്പുറം ബോർഡർ, ഹൈവേ സൈഡിൽ തന്നെ, ഹൈവേ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ ഒരു ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ടു തൃശ്ശൂർ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ്, തൃശ്ശൂർ ടു കോഴിക്കോട് പോവുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ? ഓക്കെ. എന്തായാലും നോക്കിക്കോളൂ. അപ്പോൾ എന്താ ആർക്കെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്പർ വീഡിയോന് മേലെ എഴുതിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. എപ്പിസോഡ് എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും